നമസ്കാരം. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു മുഖവരയുടെ ആവശ്യമില്ലാത്ത താരമാണ് ശ്രീനിവാസൻ. എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. സിനിമാ ലോകത്ത് ശ്രീനിവാസൻ നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. നടനായും തിരക്കഥാകൃത്തായും പേരെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. നായകനായും സഹനടനായുമെല്ലാം സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളോളം മലയാള സിനിമാ മേഖലയിൽ നിറഞ്ഞു നിന്നിരുന്ന ശ്രീനിവാസനെ അവസാനമായി കാണാൻ വലിയ ഹൃദയഭാരത്തോടെയാണ് താരങ്ങൾ എല്ലാവരും വന്നത്. അതിൽ ശ്രീനിവാസന്റെ സുഹൃത്തുക്കളായ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ഉൾപ്പെടെയുള്ള നടന്മാർ ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ എഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ശ്രീനിവാസന് അർഹിക്കുന്ന യാത്രയയപ്പാണ് സംസ്ഥാന സർക്കാരും സിനിമാ ലോകവും ചേർന്ന് നൽകിയത്. തമിഴ് സിനിമാ ലോകത്തു നിന്നും നടന് ആദരാഞ്ജലികൾ ഒഴുകിയെത്തി. അതേസമയം ഈ സംസ്കാര ചടങ്ങിനിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ശ്രീനിവാസന്റെ ഉറ്റ സുഹൃത്തായ ജയറാമിന്റെയും ശ്രീനിവാസനൊപ്പം നിരവധി ചിത്രങ്ങളിൽ നായികയായിട്ടുള്ള ഉർവശിയുടെയും അസാന്നിധ്യമായിരുന്നു. ഇതിൽ ജയറാമിന്റെ അസാന്നിധ്യമാണ് ഏറെ വിമർശിക്കപ്പെട്ടത്. അന്ന് വലിയ സൈബർ ആക്രമണമാണ് ജയറാമിന്റെ കുടുംബം നേരിട്ടത്. തമിഴ്നാട്ടിൽ നിന്ന് സൂര്യയും പാർത്ഥിബനും ഉൾപ്പെടെ കാണാൻ എത്തിയിട്ടും ജയറാം മാത്രം വരാത്തതിൽ ആരാധകർക്കിടയിൽ കടുത്ത അമർഷം ഉയർന്നിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സൈബർ ആക്രമണത്തിനും കാരണമായി. നടൻ ശ്രീനിവാസനെ അവസാനമായി കാണാൻ എത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ഉർവശി വിശദീകരിച്ചിരുന്നു. പാണ്ഡ്യരാജന്റെ സിനിമയിൽ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലായി പോയതിനാലാണ് തനിക്കും ജയറാമിനും എത്താൻ സാധിക്കാതിരുന്നത് എന്നാണ് ഉർവശി പറഞ്ഞത്. വല്ലാത്തൊരു കോമ്പിനേഷനും വല്ലാത്തൊരു സാഹചര്യവുമായി പോയി. ഇട്ടിട്ട് വന്നാൽ ആ സിനിമ പകുതിയിൽ നിന്ന് പോകും. പോയാൽ സംവിധായകനെയും നിർമ്മാതാവിനെയും വലിയ നഷ്ടത്തിലേക്ക് നമ്മൾ തള്ളിവിടുന്നത് പോലാകും എന്നായിരുന്നു നടിയുടെ വാക്കുകൾ. ഇപ്പോഴത്തെ ഈ വിശദീകരണത്തിൽ നടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. അദ്ദേഹത്തിന്റെ ലൈറ്റ് ആക്ഷൻ ക്യാമറ എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ശ്രീനിവാസന് അവസാനമായി ഉർവശിയും ജയറാമും എന്തുകൊണ്ട് കാണാൻ വന്നില്ല എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കെയാണ് ശാന്തിവിള ദിനേശ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉർവശി ഈ കാരണത്തിൽ വിശദീകരണം നൽകിയതിനെതിരെ ഇപ്പോൾ ിരിക്കുന്നത്. ശാന്തിവിള ദിനേശ് വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത കാലത്ത് നമ്മുടെ ഉർവശി പറയുന്നതിലും നടക്കുന്നതിനിടയിലും നിൽക്കുന്നതിലുമൊക്കെ ഒരു 10 പൈസയുടെ കുറവുള്ളതുപോലെ എനിക്ക് തോന്നി. നായികയായി വിലസിയ കാലത്ത് നല്ല ബോൾഡായിരുന്നു ഉർവശി. തലയണ മന്ത്രത്തിലെ കാഞ്ചന മാത്രം മതി ഉർവശിയുടെ റേഞ്ച് അളക്കാൻ. 1990-ലെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കാഞ്ചനയിലൂടെ ഉർവശി നേടുകയും ചെയ്തു. പൊന്മുട്ട ഇടുന്ന താറാവടക്കം ഉർവശിക്ക് മനോഹരമായ വേഷങ്ങൾ എഴുതിയ ആളായിരുന്നു ശ്രീനിവാസൻ. ഒരാൾ മരിക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ പോയി അവസാനമായി ഒന്ന് കാണണം എന്നൊന്നുമില്ല. പക്ഷെ അതിനെ ന്യായീകരിച്ച് മെഴുകി കുളമാക്കരുതെന്നാണ് ഉർവശിയോട് പറയാനുള്ളത് എന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു. എനിക്കും ജയറാമിനും പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീനിവാസൻ. പക്ഷേ അവസാനം ഒന്ന് പോയി കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലത്രേ. അവിടെ നിർത്തിയാൽ മതിയായിരുന്നു. കാര്യങ്ങൾ വലിച്ചു നീട്ടി കുളവാക്കി കളഞ്ഞു. പോകാൻ പറ്റിയില്ല, വരാൻ കഴിഞ്ഞില്ല, അവിടെ തീർന്നേനെ. ഉർവശി വരാൻ പറ്റാത്തതിന് പറയുന്ന കാരണം ഞാനും ജയറാമും പാണ്ഡ്യരാജിന്റെ പുതിയ സിനിമയിൽ ക്രൂഷ്യൽ സ്റ്റേജിൽ അഭിനയിക്കുന്ന ഒരു തിരക്കിലായി പോയത്രേ. ശ്രീനിവാസനല്ല, ഇനി എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും മരിച്ചാലും ശരി, ഞാനൊരു ക്രൂഷ്യൽ സ്റ്റേജിൽ നിന്നാണ് അഭിനയിക്കുന്നതെങ്കിൽ ഞാൻ പോകില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്? മാത്രമല്ല, ആ ക്രൂഷ്യൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വിട്ടുപോന്നാൽ ആ പടം പകുതിക്ക് നിന്ന് പോയാൽ നിർമ്മാതാവ് വലിയ നഷ്ടത്തിലാകുമത്രേ എന്നാണ് ഉർവശി പറയുന്നത്. പിന്നെ അവസാനമായി പോയി കണ്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമല്ലത്രേ. അത് മരിച്ചുപോയ ശ്രീനിയേട്ടനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അറിയാമെന്നാണ് ഉർവശി പറയുന്നത്. ഞങ്ങൾ സിനിമയിൽ പെട്ടുപോയതാണ്, ഇല്ലെങ്കിൽ ജയറാം വരാതിരിക്കുമോ എന്ന് ഒരു പ്രത്യേക ചോദ്യം കൂടി ഉർവശി ചോദിക്കുന്നു. ഇവിടെയാണ് എനിക്ക് ഒരു 10 പൈസയുടെ കുറവ് തോന്നിയത്. ഉർവശിയോടോ ജയറാമിനോടോ ആരെങ്കിലും ചോദിച്ചോ ശ്രീനിവാസൻ മരിച്ചപ്പോൾ നിങ്ങൾ എന്താ പോകാഞ്ഞതെന്ന്? വിവരമുള്ള ആരും സിനിമാക്കാരോട് ആ ചോദ്യം ചോദിക്കാൻ ഇടയില്ല. കാരണം അവർ അത്തരക്കാരാണ്. കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കുകയും അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവരുമാണ് സിനിമാക്കാർ. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ദിവസം മാറി നിൽക്കാത്തവരാണോ ജയറാമും ഉർവശിയും? ഒരു ദിവസം ഒരു അഭിനേതാവ് പനിയായി കിടന്നു പോയാൽ ആ സിനിമ അതോടെ പൂട്ടിക്കെട്ടി അവസാനിപ്പിക്കുമെന്ന പച്ച നുണ ഉർവശി പറയുമോ? നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ക്യാരക്ടർ റോളുകളാണ് ചെയ്യുന്നത് അല്ലേ? നായകനും നായികയും ഒന്നുമല്ലല്ലോ. നായികയും നായകനും അല്ലാത്തപ്പോൾ എന്തിനാണ് ഇത്തരം പച്ചനുണകൾ പറഞ്ഞ് വില കളയുന്നത്? നിങ്ങളൊന്നും പോയില്ലെങ്കിലും ശ്രീനിവാസനെ അവസാനമായി കാണാൻ അദ്ദേഹത്തെ അഗാധമായി സ്നേഹിച്ച ഒരുപാട് സിനിമാക്കാരും ഒരുപാട് നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു, രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു. അത് മതി. ദയവ് ചെയ്ത് ഇനി ഇതുപോലുള്ള ആളുകൾ മരിക്കുമ്പോൾ ജയറാമും വരരുത്, ഉർവശിയും വരരുത്. അതാണ് എനിക്ക് പറയാനുള്ളതെന്ന് ശാന്തി ദിനേശ് കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ അവസാനമായി എന്തുകൊണ്ട് ശ്രീനിവാസനെ കാണാൻ എത്തിയില്ല എന്ന ചോദ്യത്തിന് ഉർവശിയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു: ഞാനും ജയറാമും ശ്രീനിവാസനെ മരണത്തിന് പോകാത്തതിന് വ്യക്തമായ കാരണമുണ്ട്. ഞങ്ങൾ പാണ്ഡ്യരാജിന്റെ പടത്തിൽ പെട്ടുപോയി. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. വിട്ടിട്ട് പോകുന്നാൽ ആ പടം പകുതിക്ക് വെച്ച് നിന്ന് പോകും. പകുതിക്ക് നിന്ന് പോയാൽ വലിയ നഷ്ടത്തിലേക്ക് ആ പ്രൊഡ്യൂസറെയും സംവിധായകനെയും തള്ളിവിടേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. ഇല്ലെങ്കിൽ ആദ്യം ഓടിയെത്തുന്ന ആളായിരിക്കും ഞാൻ. പിന്നെ അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അത് ശ്രീനിയേട്ടനും അറിയാം, ആ കുടുംബത്തിനും അറിയാം.
ജയറാമിന് പോകാൻ പറ്റാത്തതിന്റെ കാരണം വ്യക്തമായി എനിക്കറിയാം. ഞങ്ങൾ രണ്ടുപേരും ആ സിനിമയിൽ പെട്ടുപോയതാണ്. അല്ലെങ്കിൽ ജയറാം വരാതിരിക്കുമോ? ധ്യാൻ ഒരുപാട് കളിയാക്കുന്ന ആളാണെങ്കിലും മനസ്സ് കുട്ടികളുടേതാണ്. ശ്രീനേട്ടന്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ പൊട്ടിപ്പോയത് അവനാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് ശ്രീനിവാസൻ. സിനിമയ്ക്ക് സൗന്ദര്യത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് തെളിയിച്ച നടനാണ് അദ്ദേഹം. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ എടുക്കുക എന്നത് വലിയ സംഭവമാണ്. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഉർവശിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഉർവശിയും ജയറാമും എന്തുകൊണ്ട് ശ്രീനിവാസനെ കാണാൻ എത്തിയില്ല എന്ന് ഇപ്പോഴും ആരാധകരുടെ മനസ്സിൽ സംശയമായി നിലനിൽക്കുന്ന കാര്യമാണ്. ഇതേക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ പോലും ഈ അടുത്ത കാലത്തും ഉണ്ടായി. ശ്രീനിവാസനെക്കുറിച്ചും വരാഞ്ഞതിന്റെ കാരണത്തെക്കുറിച്ചും ഉർവശി സംസാരിക്കുകയും ചെയ്തു. ഞാൻ കണ്ടതിൽ വെച്ച് ആത്മവിശ്വാസത്തിന്റെ നിറകുടമാണ് ശ്രീനേട്ടൻ. സൗന്ദര്യം എന്ന വാക്കിന്റെ അവസാന വാക്കും അദ്ദേഹമാണെന്ന് ഉർവശി പറയുകയുണ്ടായി. സിനിമയെ ജയിക്കാൻ മറ്റു നിർവാഹമില്ലാത്തവർക്ക് കുറെ വെളുത്തും ചുമന്നും ഇരുന്ന് മാനേജ് ചെയ്യാം. അല്ലാത്തവർക്ക് ജയിക്കാൻ സൗന്ദര്യം ഒരു ഘടകമേ അല്ല. ഒരു ലേബലിലും നിൽക്കാതെ പ്രശസ്തിയുടെ സ്വന്തം കഴിവിൽ വന്ന ആളാണ് ശ്രീനിയേട്ടൻ. ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ഒപ്പം തമ്പ്ര എന്ന് വിളിച്ച് എത്രയോ കഥാപാത്രങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. ഒരു മറവത്തൂർ കനവിൽ ചിത്രത്തിൽ അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരു മുത്തശ്ശി കഥയിൽ ഒരു സ്ത്രീയുടെ തെറിയും അടിയും വാങ്ങാൻ വേണ്ടി ഒരാളും നിൽക്കില്ല. ആ ഒരു സീനിന് വേണ്ടി വന്നു പോയതാണ്. ശ്രീനേട്ടൻ അല്ലാതെ ആരും അത് ചെയ്യില്ല. അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. അത് ചെയ്താൽ ഒന്നും ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ എഴുത്ത് ജനത്തിന് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമ എടുക്കാനാകുന്നത് വലിയ കാര്യമാണ്. അതൊക്കെ നടത്തിയ ആളാണ്. എല്ലാ കാലത്തും എനിക്ക് വ്യക്തിപരമായി ഒരുപാട് ഇഷ്ടം ആദരവൊക്കെ ഉള്ള ആളാണ് ശ്രീനേട്ടൻ. ഇനി മക്കൾ തെളിയിക്കണം. പിള്ളേരെ പോലെയാണ് ധ്യാൻ. ഒരുപാട് പൊട്ടിപ്പോയിരുന്നു ആ നിമിഷത്തിൽ. പക്ഷെ ആ സമയത്ത് എനിക്ക് വരാൻ കഴിയില്ല. ഞാനും ജയറാമും ഒരു സിനിമയുടെ അത്രയും ക്രൂഷ്യൽ അവസ്ഥയിലായിപ്പോയി. ഞങ്ങൾ വന്നാൽ അത് നിർമ്മാതാവിനെയും സംവിധായകനെയും ഒരു ആ സിനിമയെയും തള്ളിക്കളഞ്ഞ പോലെ ആയി പോകുമെന്ന അവസ്ഥയായേനെ. അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ ആദ്യം ഞാൻ ഓടിയെത്തിയേനെ. പിന്നെ അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വേണ്ടിയിരുന്നില്ല എന്ന് ശ്രീനേട്ടനും എനിക്കും അവരുടെ കുടുംബത്തിനും അറിയാം. അതുപോലെയാണ് ജയറാമിൻ്റെതും. ജയറാമും ഇതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് വ്യക്തമായി അറിയാമെന്ന് ഉർവശി പറയുകയുണ്ടായി. അതേസമയം തന്നെ ശ്രീനിവാസന്റെ വിടവാങ്ങലിലൂടെ വിമലയെക്കുറിച്ചും മക്കളെക്കുറിച്ചുമുള്ള വാർത്തകളും അതുപോലെ ഇവരുടെ വീഡിയോ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. മാത്രമല്ല അടുത്തിടെ കണ്ട ഏറ്റവും നല്ലൊരു കാഴ്ചയായിരുന്നു അവാർഡ് വാങ്ങാനെത്തിയ വിമലയുടെയും വിനീത് ശ്രീനിവാസന്റെയും വീഡിയോ. ശ്രീനിവാസൻ വിമല ദമ്പതിമാരെ കുറിച്ച് പ്രത്യേകമായൊരു ഇൻട്രോ മലയാളികളെ സംബന്ധിച്ച് ആവശ്യമില്ല. എന്നും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പിടി കഥാപാത്രങ്ങളെ സമ്മാനിച്ച ശേഷമാണ് ശ്രീനേട്ടൻ വിടവാങ്ങൽ. അപ്രതീക്ഷിതമായ അദ്ദേഹത്തിന്റെ മരണം ഇപ്പോഴും പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. മരണശേഷം ആദ്യമായി വിനീത് ശ്രീനിവാസൻ അമ്മയുടെ കൈപിടിച്ചു വരുന്ന വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം പൊതുവേദിയിൽ എത്തിയതാണ് വിമല. അമ്മയെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുമ്പോൾ 1000 അർത്ഥങ്ങൾ ഉണ്ട് ഈ നിമിഷത്തിന് എന്നും ആരാധകർ പറഞ്ഞിരുന്നു. ശ്രീനിവാസൻ സന്തോഷത്തിലാണ്. അമ്മയെ കൈപിടിച്ചുകൊണ്ട് നടക്കാൻ 2 ആൺമക്കളുണ്ടല്ലോ. അതും ഇനിയുള്ള കാലം അത്രയും തികഞ്ഞ ആത്മാർത്ഥതയോടെ. ഇന്ന് വിനീത് അമ്മയെ ഇങ്ങനെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ സങ്കല്പിച്ചു നോക്കി. ഏതെങ്കിലും ഒരു ലോകത്തിരുന്ന് ഇത് കണ്ട് സന്തോഷിക്കുന്ന ശ്രീനേട്ടനെ പറ്റി. അമ്മയുടെ ശുദ്ധ സ്നേഹമുള്ള 2 മക്കളാണ് ഒപ്പമുള്ളത്. ഇനിയുള്ള തലമുറയ്ക്ക് കൂടി മാതൃകയാക്കാവുന്ന പലതും ആ മക്കളിൽ നിന്നുകൂടി പഠിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്നേഹം പ്രവൃത്തികളിലൂടെയാണ് ആ മക്കൾ പ്രകടമാക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ, പരസ്പര കരുതൽ, ആത്മാർത്ഥത എന്നിവ വരാനിരിക്കുന്ന തലമുറയിൽ സ്ഥിരമായി പകർന്നു നൽകാൻ ഇതൊക്കെ ധാരാളമാണ്. അല്ലെങ്കിൽ ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സ്നേഹവും മനുഷ്യബന്ധങ്ങളുടെ മൂല്യവും എല്ലാം അതിലുണ്ട്. അതെല്ലാം കണ്ട് നമുക്ക് തന്നെ സന്തോഷവും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ ലോകത്തിന് ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്രീനിവാസൻ ഇത് കാണുന്നതെന്ന് സങ്കല്പിച്ച് നോക്കിയേ. അതെ, ശ്രീനിവാസൻ സന്തോഷിക്കും. സോഷ്യൽ മീഡിയയിൽ എഴുത്തുകാരി അനു ചന്ദ്ര എഴുതിയത് ഇങ്ങനെ.